ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ട്രിപ്പിന് മുമ്പുള്ള ഡേ ആണ്. ഇന്ന് October 31. റോമി അമ്മ റെഡി ആയിരിക്കുന്നു. എനിക്ക് അവധി തുടങ്ങിയിരിക്കുന്നു. ഞങ്ങൾ റോമിച്ച 3 മാസം ഞങ്ങൾ എൻജോയ് ചെയ്യാൻ പോവാ. ഞങ്ങളുടെ ഫ്രേയപ്പു ഇത് യാത്രയാവുകയാണ്. ഫ്രേയപ്പു ഇവിടെ നോക്ക്. ഫ്രേയപ്പൂര് എങ്ങോട്ടാ ഇന്ന് പോണേന്ന് അറിയത്തില്ല. പാവ അവളെ ആൾക്കാർ വന്ന് ഇന്ന് കൊണ്ടുപോകും. അല്ലേടി? ഫ്രേയപ്പൂന് ലൂണനെ മിസ്സാവും, ഞങ്ങളെ മിസ്സാവും. അല്ലേടി? ആണോടി? യൂണാപ്പിനെ നോക്കാൻ നമ്മുടെ നെയ്ബർ വരുന്നതായിരിക്കും. റോമിച്ചൻ, ആർ യു റെഡി? റോമിച്ച, ട്രിപ്പിന് റെഡിയാണോ? യെസ്. അങ്ങനെ ഇപ്പോൾ കിട്ടിയ ന്യൂസ്, നമ്മുടെ റോമിയുടെ ഫസ്റ്റ് ഫ്ലൈറ്റും ബിസിനസ് ക്ലാസ് ആയിരിക്കുന്നു. കരയാണ? ആർ യു എക്സൈറ്റഡ് ലിയോണ? ആണോ? അങ്ങനെ നമ്മൾ ആദ്യത്തെ റോമിയുടെ ഫ്ലൈറ്റും ബിസിനസ് ക്ലാസ്, നമ്മുടെ എൻ്റയർ വേൾഡ് ട്രിപ്പ് ഇൻ ബിസിനസ് ക്ലാസ്. ഞങ്ങൾ ആക്ച്വലി അപ്ഗ്രേഡ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു കിട്ടുമോ ഇല്ലയോ എന്ന്. പക്ഷെ ഇപ്പോൾ അറിഞ്ഞിരിക്കുന്നു കിട്ടുമെന്ന്. ഇനി നെക്സ്റ്റ് 13-14 hours മാത്രം ഞങ്ങളുടെ യാത്രയ്ക്കായി. റോമി ഗെറ്റിംഗ് റെഡി. എവിടെയാടാ എന്നാ നീ കാണിക്കുന്നേ? 31 4 മണിയായി. ഞങ്ങൾ ഏകദേശം പാക്കിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പെട്ടി പൊട്ടി, അതുകൊണ്ട് ഞങ്ങൾ അവസാനം പാക്ക് ചെയ്ത് ഈ 2 പെട്ടിയിലേക്കായി. ഈ 2 പെട്ടിയും റോമിയുടെ സ്ട്രോളറുമാണ്. ഏകദേശം റെഡി ആയിട്ടിരിക്കുന്നു. ഒരു ചെറിയ പെട്ടി പൊട്ടിപ്പോയിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ റെഡിയാകുന്നു. അങ്ങനെ ഞങ്ങൾ ഏകദേശം സെറ്റായി, പെട്ടിയൊക്കെ സെറ്റായി. റോമി ഡിന്നർ കഴിക്കുന്നു. ഞങ്ങൾ ഞങ്ങളുടെ നിയർ ബൈ തായ് പ്ലേസിൽ നിന്ന് ഞങ്ങൾ ഫുഡ് കഴിക്കുന്നു. നാളെ തൊട്ട് അമേരിക്കൻ വിശേഷങ്ങൾ അല്ലേ റോമി? ഗുഡ് മോർണിംഗ്. റോമി അങ്ങോട്ട് വെക്കടാ. അങ്ങനെ 1 November ആയിരിക്കുന്നു. റോമിച്ചൻ എണീറ്റു. വി ആർ റെഡി ടു ഗോ ടു അമേരിക്ക. അല്ലേടാ? ലിയോണ അവിടെ സ്ട്രൈറ്റ് കഴിഞ്ഞു. റോമി നാപ്പി ലീക്കായി. നാപ്പിയൊക്കെ മാറ്റി. ഞങ്ങൾ പോകാൻ റെഡിയാണോ? അല്ലേടാ? അങ്ങനെ ഞങ്ങൾ പെട്ടിയും കിടക്കയൊക്കെ എടുത്ത് എയർപോർട്ടിലേക്ക് പോവുകയാണ്. റൂമി ദേണ്ട ഇവിടെ തോപ്പൻ്റെ സീറ്റിൽ സൂചിച്ചിരിക്കുന്നു. അപ്പോൾ എയർപോർട്ടിൽ വെച്ച് കാണാം. എക്സൈറ്റ്മെന്റിലാണ് തോന്നുന്നു. നല്ല കരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. ബൈ പറയാൻ വന്നിരിക്കുന്നു. ലിയോണ മോനെ ഇരുത്തിക്കോ. ഓക്കെ എന്നാ, താങ്ക്സ് ഡാ. അപ്പോൾ റോമിക്കോട്ടൻ റെഡി ആയിട്ടിരിക്കുകയാണ്. ലിയോണ ഹായ് പറഞ്ഞോളൂ. അങ്ങനെ നമ്മൾ എയർപോർട്ടിലെത്തി. നമ്മുടെ ബിസിനസ് ക്ലാസ്സിലേക്ക് നമ്മൾ ചെക്ക് ഇൻ ചെയ്യാൻ പോവുകയാണ്. റോമി ഇവിടെ വിത്ത് ലിയോണ ചെക്ക് ഇൻ ഏരിയയിലെത്തിയിരിക്കുന്നു. അങ്ങനെ നമ്മൾ ചെക്ക് ഇൻ ചെയ്തു. ഞങ്ങൾക്ക് ഒരുമിച്ച് സീറ്റ് കിട്ടി. കുറച്ച് പതുക്കെ വന്നേ. ഞങ്ങൾക്ക് ഒരുമിച്ച് സീറ്റ് കിട്ടിയിരിക്കുന്നു. ഞങ്ങൾ ഇപ്പോൾ 17 E&Fലാണ് ബിസിനസ് ക്ലാസ്സിൽ പോകുന്നത്. ലോസ് ഏഞ്ചൽസിൽ കാണാൻ വേണ്ടി കുട്ടികളെ. ഈ കളികൾ അമേരിക്കയിൽ കോപ്പി ചെയ്തിരിക്കുന്നു. ഉറക്കം വരുന്നു റോമിക്ക്. റോമിച്ച റെഡിയാണോടാ? കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ലൗഞ്ചിലേക്ക് കയറാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ കോണ്ടസ് ബിസിനസ് ലൗഞ്ചിലിരിക്കുകയാണ്. കോഫി കഴിച്ചുകൊണ്ട്. റോമി ഉറക്കത്തിലാണ്. ഞങ്ങളുടെ ഫ്ലൈറ്റ് 11:30 ബോഡി. മെൽബൺ ബിസിനസ് ലൗഞ്ചിൽ ഇപ്പോൾ എന്തോ പണിയാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് തിരക്കാം. അങ്ങനെ കൺജസ്റ്റഡ്. പറയൂ, എന്താണ് നമ്മുടെ ട്രിപ്പ് തുടങ്ങുന്നതിന് മുമ്പ് എന്നൊക്കെ പറയാനുള്ളത്?
ഇത്രയും പെട്ടെന്ന് അവിടെ നിർത്തിയാൽ മതി. റോമി കരയോ ഫ്ലൈറ്റിൽ? ഉറപ്പായിട്ടും ഭയങ്കര അലറി കരയോന്ന് അറിയത്തില്ല. സോ ഫാർ ഓൾ ഗുഡ് അല്ലേ? എയർ പ്രഷർ പിന്നെ ഉറങ്ങിയത് കൊണ്ട് കുഴപ്പമില്ല. ഇനി ഫ്രഷ് ആയിട്ട്. ഓക്കെ, അപ്പം നമുക്കിനി പിന്നെ കാണാം. ഇതാണ് ഞങ്ങൾ പോകുന്ന ക്വാണ്ടസ് A380 ഡബിൾ ഡെക്കർ ഹഡ്സൺ ഫിഷ് എന്നാണ് ഈ ഫ്ലൈറ്റിനെ നെയിം ചെയ്തേക്കുന്നത്. ഒന്ന് ദൂരെ നമുക്ക് എമിറേറ്റ്സിൻ്റെ ഒരു A380 കാണാം. വേറെ കുറേ ക്വാണ്ടസിൻ്റെയും മറ്റ് ഫ്ലൈറ്റ്സും കാണാം. ഇതാണ് എമിറേറ്റ്സ് ദുബായിലേക്കുള്ള A380. നമ്മുടെ ഫ്ലൈറ്റ് രജിസ്ട്രേഷൻ VHOQB. ആ മുകളിലത്തെ ഡെക്കിലായിരിക്കും നമ്മൾ ഇരിക്കുന്നത്. എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഓക്കെ, എന്താ അവർ ഇതിനോട് ചോദിച്ചാൽ ഹോട്ട് ചോക്ലേറ്റ് വേണോന്ന് ചോദിച്ചുകൊണ്ട് കൊള്ളാം ആക്ച്വലി അല്ലേ. എക്സെപ്റ്റ് ഇവിടെ തിരക്ക് കുറച്ച് കൂടുതലാണ്, കുറച്ച് കൺജസ്റ്റഡ് ആണെന്നുള്ളത്. എനിക്കെന്താ എന്തോ റെനോവേഷൻ കാരണം ഒരു അപ്ഗ്രേഡ് ചെയ്യും. പിന്നെ വ്യൂ ഇല്ല. അത് യെസ്, അത് ഞാനും പറയാം. എനിക്ക് പക്ഷേ ഇവരെന്തോ അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട് ഫ്ലൈറ്റ് ഉള്ളത്. ഇതിപ്പോൾ ഭയങ്കര എന്തോ ക്ലോസ്ഡ് റൂമിൽ ഇരിക്കുന്ന പോലെ. അതിനേക്കാൾ നല്ലത് സർവീസ് നല്ല ഫുഡ് കൊണ്ട് തരുന്നു. നന്നായി, കവർ എടുത്തത് നന്നായി. അത് മറന്നുപോയി. മറന്നല്ല, ബാഗിൽ നമ്മൾ ചെക്ക്ഡ് ഇൻ ബാഗിൽ കളഞ്ഞു. പക്ഷെ ബാക്കി എല്ലാം കൊണ്ടും നല്ല കുറേ ഫുഡുണ്ട്. പക്ഷെ ഞങ്ങൾ കഴിക്കുന്നില്ല അധികം. ഡ്രിങ്ക്സും കുറേ ഇരിപ്പുണ്ട്. പക്ഷെ ഞാനും അധികം കഴിച്ചു. ഞാൻ ഒരു എയിലെടുത്തു. സോ ഒത്തിരി കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇപ്പം തന്നെ വയറ് നിറച്ച് പ്രശ്നമാണ്. പിന്നെ എപ്പോഴും യാത്രയിൽ ഓവർ വയറ് നിറയ്ക്കാറില്ല. ഒരു ചെറിയ ഗ്യാപ്പ് ഇട്ടാലേ ഉള്ളൂ. നമ്മൾ അപ്പിടാൻ വിട്ടു 1 2 ഗ്യാസും ഇതൊക്കെ പ്രശ്നമാണ്. സോ അല്ലേ, ഇപ്പോൾ തിരക്ക് ഏതോ ഒരു ഫ്ലൈറ്റ് പോയി. അപ്പോൾ എനിക്കൊന്ന് സാൻ ഫ്രാൻസിസ്കോ ഫ്ലൈറ്റ് പോയി. സോ അതുകൊണ്ട് ഇപ്പോൾ അധികം വലിയ തിരക്ക് കുറച്ച് കുറഞ്ഞു. ഞങ്ങൾ നേരത്തെ ഇരുന്നിടത്തുന്ന വേറെ സ്ഥലത്തോട്ട് മാറിയിരുന്നു. ഇങ്ങനെ ഞങ്ങളുടെ ബോർഡിംഗ് കോൾ വന്ന് ഞങ്ങൾ ഫ്ലൈറ്റിലേക്ക് പോകാൻ. റോമിച്ചൻ ഇപ്പോഴും ഉറക്കത്തിലാണ്. റോമിച്ച എന്താ നീ കണ്ടില്ലേ? എങ്ങനെയായിരുന്നു നിങ്ങൾ വന്നത് പുറത്ത്? ആദ്യം അലം കയറി. അപ്പോൾ ഞാനും മീനും പുറത്ത് വിളിച്ചത് ഉറങ്ങുമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു മാക്സിമം ഉറപ്പിക്കും. ഒരു 15 മിനിറ്റ്സ് മുമ്പ് അവരെന്നോട് ഒന്ന് വന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ബോഡിയൊക്കെ. പക്ഷേ ഈ എക്കോണമി മാത്രം അങ്ങനെ നിന്നാന്ന് കാര്യമില്ല. ഇവിടെ സ്പേസ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊന്ന് ഒരുമിച്ച് വരുന്ന നമുക്ക് ബെറ്റർ എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ആ ടെൻഷനും. റോമിച്ചിന് എനിക്ക് ഒരു സാധനം കിട്ടിയിട്ടുണ്ട്. എന്താ റോമിച്ചിലല്ല, നമ്മുടെ പക്ഷേ ഇവരുടെ ഒരു ഡിഫറൻറ്റ് ഇതാണ്. ഓൾ ഗുഡ്. പിടിച്ചു വെച്ചു. നീ എങ്ങനെയാ പാല് കൊടുക്കുവോ ഓറഞ്ച് കൊടുക്കുവോ? അതൊക്കെ വിടാ. Aussies all around Australia and the world, welcome to Qantas. You'll find your life jacket under your seat, next to it, or in the leg rest. Remove your life jacket from on deep vein thrombosis or DVT.
അങ്ങനെ ഞങ്ങൾ ടേക്ക് ഓഫിന് റെഡി ആയിക്കൊണ്ടിരിക്കുക. റോമി അവിടെ ചെറിയ കളികളൊക്കെ ആയിട്ടിരിക്കുന്നു. എങ്ങനെയാകുമെന്ന് കണ്ടറിയാം. റോമിക്ക് ഒന്നെങ്കിൽ പാൽ അല്ലെങ്കിൽ ഓറഞ്ച് കൊടുക്കാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. ഇതാണ് ഞങ്ങളുടെ റൂട്ട് മാപ്പ്. മെൽബൺ ടു ലമർൻ എയർപോർട്ടിൽ നിന്ന് എടുത്ത് നേരെ പസഫിക് ഓഷ്യൻ ക്രോസ് ചെയ്ത് നോർത്ത് അമേരിക്കയിലുള്ള ലോസ് ആഞ്ചൽസ് എയർപോർട്ടിൽ ഞങ്ങൾ ലാൻഡ് ചെയ്യും. ഫിജിയൊക്കെ ക്രോസ് ചെയ്താണ് നമ്മൾ പോകുന്നത്. ഓൾമോസ്റ്റ് 13,000 കിലോമീറ്റേഴ്സ് ട്രാവൽ ചെയ്യാനുണ്ട്. അതുപോലെ 15 hours ആണ് നമ്മുടെ ട്രിപ്പ്. ഞങ്ങൾ ഈ വേൾഡ് ട്രിപ്പിൽ ഏറ്റവും വലിയ ജേർണി ഇതാണ്. ഫ്ലൈയിങ് അവേഴ്സ് ഏറ്റവും കൂടുതൽ, ഓൾമോസ്റ്റ് 15 hours ഉള്ളതും ഏറ്റവും കൂടുതൽ ടൈം എടുക്കുന്നതും ആയ ജേർണിയാണിത്. അങ്ങനെ നമ്മൾ റൺവേയിലേക്ക് എത്തി ടേക്ക് ഓഫ് ചെയ്യാൻ പോകുന്നു. റോമി പാല് കുടിക്കുന്നില്ല, കൊണ്ടുവന്ന് ബഹളം വെക്കുമായിരുന്നു. സോ ഓറഞ്ച് കൊടുക്കാൻ തീരുമാനിച്ചു. ഓറഞ്ച് അവൻ കുടിക്കുന്നുണ്ട്. ടേക്ക് ഓഫ് ചെയ്തിരിക്കുന്നു. ഇവരെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ലിയോണയുടെ മുഖത്ത് നല്ല ടെൻഷനുണ്ട്. ആദ്യത്തെ ഫ്ലൈറ്റ് ആയതുകൊണ്ടും ബാക്കിയുള്ളവർ ഇവനെങ്ങാനും കരഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെ ഓർത്തിട്ടാണ് ലിയോണയ്ക്ക് ടെൻഷൻ. അങ്ങനെ ഫ്ലൈറ്റ് പൊങ്ങിക്കൊണ്ടിരിക്കുന്നു. റോമിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. റോമി കുറെ ഓറഞ്ച് കുറെയൊക്കെ കഴിച്ചിട്ട് ഒരു സ്നാക്സ് കഴിക്കുന്നു. ടേക്ക് ഓഫ് കഴിഞ്ഞിരിക്കുന്നു. റോമി ചെറിയൊരു തരത്തിലല്ലാതെ ഇനി എങ്ങനെ അത് ആ ടൈം നീ ട്രാക്ക് ചെയ്തോളാം. ഇപ്പോഴത്തെ കറണ്ട് നമ്മുടെ ഓസ്ട്രേലിയൻ ടൈം 3 o'clock. പക്ഷെ എങ്ങനെ കിടത്തു ഇവനെ? ആട്ടിക്കോപ്പിലാണോ? ഞാൻ അവിടുത്തെ ദേഹത്ത് കിടന്ന് ഉറങ്ങത്തില്ല അല്ലേ? ഓക്കെ, എന്നിട്ട് കിടത്തുവോ ഇവിടെ കൊണ്ട്? കുടിക്കാൻ ഡ്രിങ്ക്സ് എല്ലാം വന്നുകൊണ്ടിരിക്കുന്നു. നമുക്ക് ഇഷ്ടമുള്ള ഡ്രിങ്ക്സ് എല്ലാം കഴിക്കാം. ഓൺ ഡിമാൻഡ് ഡ്രിങ്ക്സും ഉണ്ട്. റോമിച്ചിന് അവിടെ റോമിച്ചൻ്റെ ടോയ്സ് കൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ് മെനു. ബ്രേക്ക്ഫാസ്റ്റ് മെനു നമ്മൾ ഓൾറെഡി ഫില്ല് ചെയ്ത് കൊടുത്തു. അതായത് രാവിലെ നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാലും അവർക്ക് കൊണ്ടുതരാമല്ലോ. ട്രെയിനൊന്നും റോമി ആക്ച്വലി അങ്ങനെ കാണുന്നില്ല. ജസ്റ്റ് നല്ല ഫുഡ് കഴിക്കുന്നു. ഒരുത്തന്നെ ഇവിടെ കളിച്ചിരിക്കുന്നു. ഞാൻ പിന്നീട് ഫുഡ് കഴിക്കും. അല്ലടാ റോമി? ബീഫ് സംഭവം കഴിക്കുന്നു. റോമി അവിടെ ഇവിടെ ലൗഞ്ച് ഉള്ളതുകൊണ്ട് ഉപകാരമായി. ഞങ്ങൾ ഇടയ്ക്ക് റോമീനെ ഫസ്റ്റ് ഉറക്കം ഉറങ്ങാൻ വേണ്ടി കൊണ്ടുവന്നാണ്. ഇവിടെ ഇരുത്തി ആട്ടി ഉറക്കിക്കൊണ്ട് കിടത്താനാണ് പ്ലാൻ. ഞാനിപ്പോൾ പാല് കൊടുത്ത് ഉറക്കിക്കൊണ്ടിരിക്കുകയാണ്. റോമിച്ചൻ ഉറങ്ങിയിരിക്കുന്നു. രണ്ടുപേർക്കും കൂടെ കിടക്കാനുള്ള സാധ്യതയില്ല. അവിടെ ഇരുന്നോട്ട് അങ്ങനെ ഞങ്ങൾ ഫോണ്ടസ് A380 അപ്പർ ഡെക്കിലുള്ള ലൗഞ്ച്
ഞങ്ങളുടെ ഡിന്നർ കഴിഞ്ഞിരിക്കുന്നു. ഇനി ഞങ്ങൾ ഇറങ്ങാൻ പോകും. 8 hours 30 minutes. ഇതാണ് ഇവിടുത്തെ അപ്പർ ഡെക്ക് ലൗഞ്ച്. ഈ ലൗഞ്ചിൻ്റെ പുറകെ തന്നെയാണ് നമ്മൾ ഇരിക്കുന്നത്. ഞാൻ താഴെ നിന്ന് താഴെയാണ് ഫസ്റ്റ് ക്ലാസ്. ഇവിടെ നമുക്കിരുന്ന് എന്ത് ഫുഡ് വേണം ഓർഡർ ചെയ്യും. അങ്ങനെ ഇനി 7 hours 7 minutes ബാക്കിയുള്ളൂ. നമ്മൾ പസഫിക് ഓഷ്യൻ്റെ മേളിലൂടെ പറന്നുകൊണ്ടിരിക്കുന്നു. ഇയാളുടെ ബ്രേക്ക്ഫാസ്റ്റ് വന്ന് കഴിക്കുന്നു. ഇയാളെ കഴിച്ച് കഴിഞ്ഞ് ഞാൻ കഴിക്കുന്നതായിരിക്കും. ഇപ്പോൾ റൂമീനെ കുറിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ 36 minutes മാത്രമേ ഉള്ളൂ നമ്മൾ ലാൻഡിങ്. റോമിയുടെ ഗ്രേറ്റ് ജോബ്. ഓക്കെ, റോമി എത്തിയിരിക്കുന്നു. എങ്ങനെയുണ്ടായിരുന്നു ഫ്ലൈറ്റ്? ഫ്ലൈറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? ഫ്ലൈറ്റും ഫുഡും. പക്ഷെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഓവറായി. ഞാനും ഉറങ്ങിയിട്ടില്ല ആക്ച്വലി. ഇരിഞ്ഞു കിടക്കുന്ന പക്ഷെ എൻ്റെ ഉറക്കം ഇപ്പോഴാണ് നമ്മുടെ ഉറക്കൻ്റെ എന്നോട് ഞാൻ മാറി കിടക്കാൻ പറഞ്ഞാലേ എൻ്റെ അടുത്ത്. ഗുഡ് ജോബ്. അങ്ങനെ ഞങ്ങൾ I'd like to take this opportunity to thank അങ്ങനെ നമ്മൾ 23 minutes ലാൻഡ് ചെയ്യുന്നു. We've been asked where to come for landing. Excuse me, so when you asked that you അപ്പോൾ ക്ലൗഡിൻ്റെ ഇടയ്ക്കൂടെ നമ്മൾ ലാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഉടനടി ലാൻഡ് ചെയ്യുന്നു. ടച്ച് ഡൗൺ USA. ഞങ്ങൾ ലോസ് ആഞ്ചലസിൽ എത്തിയിരിക്കുന്നു. റോമി അവിടെ പാൽ പ്രാവശ്യം കുടിച്ചു. ഇങ്ങോട്ട് ലാൻഡ് ചെയ്തപ്പോൾ അവന് പാൽ കുടിക്കാൻ കുഴപ്പമില്ല. അവന് ചെവിക്കുന്നൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. ചെറിയ കരച്ചിലും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വലിയ ആരെയും ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള ബഹളമില്ലായിരുന്നു. Absolutely. Thank you. Grab a seat, both of you. Okay. Want to take Junior? അങ്ങനെ ഞങ്ങൾ ആക്ച്വലി ഒരു സർട്ടിഫിക്കറ്റ് ഒക്കെ ആയിട്ടായിരുന്നു വന്നിരുന്ന. ആ സർട്ടിഫിക്കറ്റ് ഒപ്പിടാൻ പറ്റുമോ എന്ന് ഞങ്ങൾ ചോദിച്ചിരുന്നു ക്രൂവിനോട്. ക്രൂ അപ്പം ഓക്കെ പറഞ്ഞായിരുന്നു. പക്ഷെ ക്യാപ്റ്റനെ കോക്പിറ്റിൽ കയറി ഫോട്ടോ എടുക്കാൻ ഞങ്ങൾ ചോദിച്ചില്ല. പക്ഷെ ക്യാപ്റ്റൻ ഞങ്ങളെ വിളിച്ച് അതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി തന്നു. സോ അതൊരു മെമ്മറബിൾ സംഭവമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ലോസ് ആഞ്ചൽസ് എയർപോർട്ടിൽ എത്തിയിരിക്കുന്നു. ലിയോണ റോമിച്ചൻ ഇവിടെ ഹാപ്പി കോക്പിറ്റിലൊക്കെ കയറിയിരിക്കുന്ന ഫ്യൂച്ചർ ക്യാപ്റ്റന് തൊപ്പി വരെ കിട്ടി. ഞങ്ങളങ്ങനെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പൈലറ്റ് ആയിക്കോട്ടെ. ഇനിയിപ്പോ എന്നാ. അതുപോലെ ഞങ്ങൾ എത്തി അരമണിക്കൂർ ലേറ്റായി. ഞങ്ങൾ പോയി കാറ് പിക്ക് ചെയ്യണം. ഇമിഗ്രേഷൻ ഉണ്ട്. ഇമിഗ്രേഷൻ കഴിഞ്ഞിട്ട് ഞങ്ങൾ
വണ്ടി എടുക്കാൻ പോകണം. സോ ഫാർ സോ ഗുഡ്. എനിക്ക് നമ്മൾ USA എത്തിയിരിക്കുന്നു ഗൈസ്. USA ഞാൻ പോയി ട്രോളി എടുത്തിട്ട്. വെരി ബാഡ്. പറയൂ, എന്താണ് ലിയോണയുടെ എനിക്കൊന്നും പറയാം. US-ലുള്ള എക്സ്പീരിയൻസ് പറയൂ. ഇമിഗ്രേഷൻ എക്സ്പീരിയൻസ് അത്ര നല്ലതല്ലായിരുന്നു. ഞങ്ങൾ പിന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്തു. ആക്ച്വലി ഇമിഗ്രേഷനിലിരുന്ന ആള് കുറച്ച് റൂഡായിരുന്നു. പുള്ളി ചിരിക്കുകയൊന്നുമില്ലായിരുന്നു, ഭയങ്കര സീരിയസ് ആയിട്ട്. ഞങ്ങൾ എക്സ്പെക്ട് ചെയ്ത രീതിയിലല്ലായിരുന്നു. എനിവേ അത്ര നല്ല എക്സ്പീരിയൻസ് അല്ലായിരുന്നു. ഞങ്ങൾ അങ്ങനെ പതുക്കെ ഇറങ്ങി. ലിയോൺ അതുകൊണ്ട് മൂഡ് ഔട്ട് ആയിട്ടിരിക്കുകയാണ്. ഇത് കാരണം ഇനി ഞങ്ങൾ കാർ ഇവിടെ ബുക്ക് ചെയ്തിട്ടുണ്ട്. കാർ എടുക്കാൻ പോകണം. സങ്കടത്തിലാണ്. എനിവേ ഈ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുകയാണ്. അടുത്ത വീഡിയോയിൽ കാണാം. അപ്പൊ ഇനി ബാക്കി ലോസ് ആഞ്ചൽസ് കാഴ്ചകളുമായി ഞങ്ങൾ തിരിച്ചെത്തുന്നതായി. താങ്ക് യു.